തൂലിക. എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു. നിർവഹണം സ്വപ്ന രാജേഷ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തൂലികയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ തൂലികയിൽ നമ്മുടെ അതിഥിയായി കൂടെയുള്ളത് സിവിൽ സർവീസ് അധ്യാപകനും മെന്ററും എഴുത്തുകാരനുമായ ജാഫർ അമീർ യൂസിയാണ്. 10 വർഷത്തോളം തിരുവനന്തപുരത്തും കോഴിക്കോടുമായി സർക്കാർ സർവീസിൽ ജീവനക്കാരനായി ജോലി ചെയ്ത ശേഷം ദീർഘകാല ലീവെടുത്ത് എഴുത്തിലേക്ക് തിരിഞ്ഞു. റസിയ സുൽത്താനയും ക്ലിയോപാട്രയും, പ്രണയം പ്രകൃതി വിപ്ലവം, ഇന്ത്യൻ ഹിസ്റ്ററി ക്യാപ്സ്യൂൾ, നോവലായ ആരവന്റെ ഏകദിന ഭാര്യമാർ തുടങ്ങി 7ഓളം രചനകൾ അദ്ദേഹത്തിൻ്റെതായി വായനക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. യാത്രയും വായനയും ഏറെ ഇഷ്ടപ്പെടുന്ന ജാഫർ അമീർ യൂസിയുടെ എഴുത്തുവിശേഷങ്ങളാണ് ഇന്നത്തെ തൂലികയിൽ. നമസ്കാരം ജാഫർ സാറിന് തൂലികയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. താങ്ക് യു. ആദ്യമായിട്ട് തന്നെ എന്താണ് ചോദിക്കാനുള്ളത്, സാറിൻ്റെ പുസ്തകങ്ങൾ ഇതിനോടകം 7 രചനകൾ പുറത്തേക്ക് വായനക്കാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങളെപ്പറ്റി ഒന്ന് പറയാമോ? പുസ്തകങ്ങളെക്കുറിച്ച് പറയാം. അതായത് സ്കൂൾ കോളേജ് തലം തൊട്ട് തന്നെ കുറച്ചൊക്കെ ലൈറ്റായിട്ടൊക്കെ എഴുതി തുടങ്ങിയതാണ് ഞാൻ. പിന്നീട് അത് പബ്ലിഷ് ചെയ്തതും അതല്ലാതെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങൾ അന്ന് എഴുതിയത് ഇപ്പോഴും കിടപ്പുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ഇതുവരെ പബ്ലിഷ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ 2002 ശരിക്കും കോളേജിൽ ഒരു നാടകം അവതരിപ്പിക്കുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റും സംവിധാനമൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് 2016 ജോലി കിട്ടിയ ശേഷം 2016 കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വിജയരേഖ പബ്ലിക്കേഷനിലൂടെ ഒരു സീരീസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലേഖന പരമ്പര ചെയ്തിരുന്നു. അങ്ങനെയാണ് കുറച്ചും കൂടെ സീരിയസ് ആയ എഴുത്തിലേക്ക് വരുന്നത്. അത് ശരി. 2016 ശേഷം ഒരു 3 വർഷത്തോളം എനിക്ക് കാര്യമായിട്ടൊന്നും എഴുതാൻ പറ്റിയില്ല. അതിനുശേഷം 2019 ജോലി ലോങ് ലീവ് എടുത്ത ശേഷം നല്ല രീതിയിൽ എഴുത്തിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. 2019 ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. അതേപോലെ 2019 തന്നെയാണ് ഇന്ത്യയുടെ കലയും സംസ്കാരവും, ക്ലാസിക്കൽ ഡാൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം നമ്മുടെ ആമസോൺ കിൻഡിൽ വഴി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2 പുസ്തകങ്ങൾ. 2 പുസ്തകമല്ല, മൂന്നാമത്തെ ഒരു ട്രാൻസ്ലേഷൻ വർക്കും കൂടെ അതേ വർഷം തന്നെ ചെയ്തിരുന്നു. ഡീമൺസ് ഓഫ് തീഫ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. കാമിൽ കിലാനി എന്ന് പറയുന്ന അറിയപ്പെട്ട ഒരു അറബിക് റൈറ്ററുടെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ആ വർക്ക്. ഇത്രയാണ് 2019 ചെയ്തത്. പിന്നെയും ഒരു 6 വർഷത്തോളം ഒരു ഗ്യാപ്പ് വന്നു. ഗ്യാപ്പല്ല, ആ സമയത്തൊക്കെ ഞാൻ എഴുതുന്നുണ്ട്, പബ്ലിക്കേഷനിലേക്ക് വന്നിട്ടില്ല. പിന്നെ 2025 പബ്ലിക്കേഷൻ മേഖലയിലേക്ക് വരുന്നത്. അത് സൃഷ്ടിപഥം എന്നുള്ളൊരു പബ്ലിക്കേഷനിലൂടെ ആദ്യമായിട്ടൊരു ചെറുകഥ പബ്ലിഷ് ചെയ്യണത്. പ്രതികാരം എന്ന് പറയുന്ന ഒരു ചെറുകഥയാണ് ആദ്യമായിട്ട് ചെയ്തത്. അതേ വർഷം തന്നെ ഒരു കവിതയും, ഇരുളെടുത്ത ഭൂമി എന്ന് പറയുന്ന ഒരു കവിതയും അതേ വർഷം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതും സൃഷ്ടിപഥത്തിന്റെ പബ്ലിക്കേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മുണ്ടക്കൈ ദുരന്തത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു കവിതയാണ്. അത് കഴിഞ്ഞ് 2025 തന്നെയാണ് ആദ്യത്തെ ചെറുകഥാ സമാഹാരമായിട്ടുള്ള റസിയ സുൽത്താനയും ക്ലിയോപാട്രയും എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നൊരു പുസ്തകമാണ് റസിയ സുൽത്താനയും ക്ലിയോപാട്രയും. അതിന്റെ പേര് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് പേര് അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ പല രീതിയിൽ ചോദിക്കാനാ വന്നത്. അപ്പോൾ എന്താണത് എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു പേരാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കായിരുന്നു. അതിന്റെ ലേഔട്ടും കാര്യങ്ങളും ഒക്കെ ഭംഗിയായിട്ടാണ് അവർ ചെയ്തു തന്നിട്ടുള്ളത്. സൃഷ്ടിപഥത്തിന് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു വർക്ക് എനിക്ക് വളരെ മുന്നോട്ടുള്ളൊരു യാത്രയ്ക്ക് ഭയങ്കര പ്രചോദനമായിട്ടുണ്ട്. അതേ വർഷം തന്നെയാണ് ഒരു കവിതാ സമാഹാരം കൂടെ ഞാൻ ചെയ്യുന്നത്, 2025 തന്നെ. അത് ഒറ്റയ്ക്കല്ല, ഞാനും മിനി ചന്ദ്രദാസ് ടീച്ചറും കൂടിയാണ്. ഞങ്ങൾ 2 പേര് കൂടി എഴുതി തീർത്ത ഒരു കവിതാ സമാഹാരമാണ് ഈ പറഞ്ഞ പ്രണയം പ്രകൃതി വിപ്ലവം എന്ന് പറയുന്ന കവിതാ സമാഹാരം. അതും 2025 തന്നെയാണ് ചെയ്യുന്നത്. പിന്നീട് 2025 ഡിസംബറിലാണ് എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് തന്നെ പറയാം, മുഗൾ സാമ്രാജ്യം ചരിത്രവും വസ്തുതകളും എന്നുള്ള ഒരു ചരിത്ര പുസ്തകം ആദ്യമായിട്ട് എനിക്ക് ഓൺലൈൻ മുഖാന്തരം പബ്ലിഷ് ചെയ്യാൻ പറ്റി.
അതേ വർഷം തന്നെ എനിക്ക് 2 ഭാഗ്യം ഉണ്ടായത്, 2 പുസ്തകങ്ങളിൽ എഡിറ്റോറിയൽ എഴുതാനുള്ള ഒരു അവസരം കൂടി 2025 കിട്ടിയിട്ടുണ്ട്. ഒന്ന് പുലരിയിലെ പൂക്കളം എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാര പുസ്തകത്തിന്റെ എഡിറ്റോറിയൽ എഴുതാൻ പറ്റി. അതേപോലെ ശ്രീമതി അജിതയുടെ വാതായനം എന്നുള്ളൊരു പുസ്തകം. വാതായനം എന്നുള്ള പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അജിത 0% വിഷനുള്ള ഒരു ലേഡിയാണ്. കണ്ണ് കാണില്ല, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പൂർണ്ണമായും കാഴ്ച പരിമിതിയുള്ള ആ കുട്ടിയുടെ ആത്മകഥയാണ് വാതായനം. അവരുടെ ആ ഒരു പുസ്തകത്തിന് എഡിറ്റോറിയൽ എഴുതി പബ്ലിഷ് ചെയ്യാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റി. അപ്പൊ അതൊരു വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും 2025 ശേഷം 2026 എൻ്റെ ലൈഫിലെ ആദ്യത്തെ നോവല്, എൻ്റെ ഒരു സ്വപ്ന നോവൽ എന്ന് തന്നെ പറയാം, അത് പുറത്തിറങ്ങുന്നത്. അതിന്റെ പേര് ആരവന്റെ ഏകദിന ഭാര്യമാർ എന്നുള്ളൊരു പുസ്തകമാണ്. ഇത്രയാണ് എനിക്ക് ഇതുവരെയായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുള്ള വർക്കുകൾ. രചനകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പബ്ലിഷ് ചെയ്ത രചനകൾ. അതെ അതെ അതെ. ജാഫർ സാറിന്റെ ഒരു എന്താണ് എഴുത്തുകളിൽ ഇഷ്ടം കുറച്ച് കൂടുതൽ ഏതിനോടാണ് എന്ന് ചോദിച്ചാൽ നോവലിനോടാണ് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ് തന്നെ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞും കഴിഞ്ഞു, എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ശരിക്കും ഈ നോവൽ എന്ന്. അപ്പോൾ ഈ നോവലിനെ പറ്റി തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രോതാക്കളോട് പറയാൻ പറ്റുമോ? പിന്നെന്താ, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ഏകദേശം ഒരു 12 വർഷത്തോളം റിസർച്ച് നടത്തിയിട്ടാണ് ഇതിന്റെ ഒരു കണ്ടന്റ് എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ശരി, അത്ര വർഷം എടുത്തിട്ടാണോ നോവൽ പൂർത്തിയാക്കി പബ്ലിഷ് ചെയ്തത്? അത് സത്യം പറഞ്ഞാൽ ഇതിൽ 2 ഇവരുടെ ഒരു ആചാരമായിട്ട് ബന്ധപ്പെട്ട 2 കവിതകളും അവരുടെ ഒരു ആചാരത്തിന്റെ കുറച്ച് സവിശേഷതകളും ഒക്കെ കിട്ടാനായിട്ട് എനിക്ക് ഒരുപാട് അന്വേഷിക്കേണ്ടി വന്നു. അത് അവസാന ഘട്ടത്തിലാണ് എനിക്ക് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ പുസ്തകം, അതായത് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഞങ്ങൾക്കത് വ്യക്തമായിട്ടില്ല. ഈ നോവലിലേക്ക് ഞാൻ എത്താനായിട്ട് ഏകദേശം 12 വർഷം എടുത്തു എന്ന് പറഞ്ഞല്ലോ. അതായത് ഇതിലുള്ള ഒരുപാട് ഇൻഫർമേഷൻ പൊതുജനത്തിന് അറിയില്ല. ഈ സംഭവം, ഈ നോവൽ എന്ന് പറയുന്നത് ആക്ച്വലി തിരുനങ്കകളെ കുറിച്ചുള്ള നോവലാണ്. തിരുനങ്ക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് നമ്മൾ പറയുന്ന ടി ജി എന്നാണ് ഷോർട്ടായിട്ട് പറയാം. അവരെ കുറിച്ചുള്ള അവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ നോവലിന്റെ ആസ്പദമായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് ഈ 12 വർഷത്തോളം എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ വിശിഷ്ടമായ അമ്പലങ്ങൾ ഇന്ത്യയിൽ പലയിടത്തായിട്ട് ചെതറിക്കിടക്കുകയാണ്. ഇനി വേറെ രീതിയിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഇംഗ്ലീഷ് വേർഡാണ് ഇപ്പോഴും മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ 3ാം ലിംഗം എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് തമിഴ്നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഇവർക്ക് നല്ലൊരു പേര് അവർ കൊടുത്തിട്ടുണ്ട്. അവിടെ അവർ വിളിക്കുന്നത് തിരുനങ്ക എന്നാണ്. ഒരു ട്രാൻസ് വുമണിനെ അവർ വിളിക്കുന്നത് തിരുനങ്ക എന്നാണ്. ഒരു ട്രാൻസ് മെന്നാണെങ്കിൽ അവർ വിളിക്കുന്നത് തിരുനമ്പി എന്നാണ്. നമ്മൾ മലയാളത്തിൽ ഇത്രയും നാളായിട്ട് ആ ഒരു പദപ്രയോഗം പോലും കൊടുക്കാതെ അരികുവൽക്കരിച്ച് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സമൂഹമാണ് ഈ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തിയായ ഒരു ട്രാൻസ്ജെൻഡറാണ് അക്കൈ പത്മശാലി. ബാംഗ്ലൂരാണ് അവർ താമസം. അവർക്ക് പത്മപ്രഭ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നമ്മുടെ ബറാക്ക് ഒബാമ വന്നപ്പോൾ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാൻ പോയ പ്രതിനിധി സംഘത്തിൽ ഒരാളായിരുന്നു ഈ അക്കൈ പത്മശാലി എന്ന് പറയുന്ന ലേഡി. അപ്പോൾ അവരവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചോദിക്കുന്നത്, ജന്മന ക്രിമിനലുകളായ ഒരു സൊസൈറ്റിയാണ് ഞങ്ങൾ. കാരണം ആർട്ടിക്കിൾ 377 പ്രകാരം മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന 2 സെക്സ് മാത്രമേ ഉള്ളൂ. അതല്ലാതെ വേറൊരു ജെൻഡർ ഇവിടെ ഇല്ല. അപ്പൊ ജനനം കൊണ്ട് തന്നെ ക്രിമിനലായി പോയ ആൾക്കാരാണ് ഞങ്ങൾ. എന്ന് പറയുന്ന ഒരു വലിയൊരു സോഷ്യൽ കാര്യമാണ് അവർ അവിടെ കൊണ്ടുവരുന്നത്. ബറാക്ക് ഒബാമയ്ക്ക് അതിന് മറുപടി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ്, നമ്മൾ പൊതുജനം ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ നോവലിലൂടെ ചർച്ച ചെയ്തു പോകുന്നുണ്ട്. ഇതിൻ്റെ റിസർച്ച്, പിന്നെ അവരുടെ സർജറിയിൽ വരുന്ന കാര്യങ്ങൾ, ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ആക്ച്വലി. ആ ഒരു എന്തുകൊണ്ട് ഒരാൾ അതിലേക്ക് മാറുന്നു, എങ്ങനെയാണ് അവരതിലേക്ക് എത്തിപ്പെടുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു നോവലിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളിങ്ങനെ എഴുതി വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. നോവൽ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി കേരളത്തിൽ നിന്ന് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് തമിഴ്നാട്ടിലേക്ക് കുടിയേറിയ ഒരു തമിഴ് ബ്രാഹ്മണനായിട്ടുള്ള മാധവന്റെ വീട്ടിൽ നിന്നാണ് ഈ നോവൽ തുടങ്ങുന്നത്. അദ്ദേഹത്തിന് വീട്ടിലേക്ക് ഒരു സഞ്ചാരി വരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അത് ഞാൻ ഇങ്ങനെ ഒന്ന് 2 വരി പറയാം. സഞ്ചാരി എന്ന് പറയുന്നത് ഒരു താടിയും മുടിയൊക്കെയുള്ള ഒരു സൂഫി സന്യാസിയുടെ ലുക്കുള്ള ആ ഒരു വേഷമൊക്കെയുള്ള ഒരു മനുഷ്യനായിരുന്നു അയാൾ. വന്ന ഉടനെ അവർ പറയുന്നത്, ഗർ ഫിർദൌസ് ബെറു സമീനസ്ത് ഹമിയസ്തോ ഹമിയസ്തോ ഹമിയസ്ത്.
അപ്പോൾ അതിന് മറുപടിയായിട്ട് മാധവനും സംസാരിക്കുകയല്ല ചെയ്യുന്നത്. അതിന് മറുപടിയായിട്ട് അവരുടെ ഭാഷയിൽ, ഈ മാധവൻ ഒരു ബഹുഭാഷാ പണ്ഡിതനും എല്ലാ വേദപുരാണങ്ങളൊക്കെ പഠിച്ച, അല്ലെങ്കിൽ ബൈബിള് ഖുറാനൊക്കെ നല്ല വേദപരിജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മറുപടി പറയുന്നത് എങ്ങനെയാണ്? മുസീബത്തെ ലാക്ക് ആയെങ്കി ജിന്ദഗി കി രാഹോ മേ രഖ്നാ തൂ സബർ മിൽ ജായഗി തുജേ മഞ്ചിൽ ഏക് ദിൻ സജാരി രഖ്നാ തൂ സഫർ. അപ്പോൾ വീണ്ടും അവിടുന്ന് ആ സഞ്ചാരി തിരിച്ചു പറയുകയാണ്, ബീത്ത് ജായഗ യ സഫർ ബി ദർദ് കി രാഹോ കാ മിലേഗ സാത്ത് ജബ് ഖുശിയോ കി ബാഹോ ബടാത്തെ രഹന കദം മത്ത് രുക്ന ഖബി രുതുബാ തെരാ ജൈസ ഷഹൻഷാഹോ. ഇങ്ങനെയാണ് അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ. അതായത് ജീവിതം ഒരു യാത്രയാണ്. അപ്പൊ നിങ്ങൾ എന്താ ഒരു സഞ്ചാരിയാണോ എന്ന് ചോദിക്കുന്ന അവരുടെ കമ്മ്യൂണിക്കേഷൻ ആ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ഈ ഒരു നോവല് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ നോവലിനെ കുറിച്ച് ചുരുക്കി ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെഡിങ്ങുകൾ മാത്രം ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം. മാധവനും സൂഫിയും നമ്മളിപ്പോ പറഞ്ഞ കഥാപാത്രങ്ങൾ, അതിലൂടെ കഥയിലേക്ക് കയറി വരികയാണ്. ഈ മാധവന്റെ ഒരു കുട്ടിയാണ് ട്രാൻസ് ആയിട്ട് കൺവേർട്ടായിട്ട് മാറുന്നത്. അപ്പോൾ അത് മാധവന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ നോവലിന്റെ ഈ കണ്ടന്റ് പറയല്ല, ജസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് മാത്രം പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ഈ രീതിയിലാണ് ആ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറക്കി വിടപ്പെടുകയും ആ കുട്ടി അനുഭവിക്കുന്ന ഓരോ ദിവസവും അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഈ തെറ്റ് തിരിച്ചറിയുന്ന മാധവൻ ആ കുട്ടി അന്വേഷിച്ച് കുട്ടി പോയ വഴിയിലൂടെ ഭാരതത്തിൽ മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പോയ വഴിയും കഷ്ടപ്പാടുകളൊക്കെ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് അവസാനം ഈ കൂവാകം ക്ഷേത്രത്തിലേക്കാണ് അവരെത്തുന്നത്. ഈ രീതിയിലാണ് ഈ കഥ പുരോഗമിക്കുന്നത്. ഇതിലുള്ള കണ്ടന്റ് ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, മാധവനും സൂഫിയും വർഷങ്ങൾക്ക് ശേഷം സഹോദരനെ തേടി ഭിഷഗ്വരന്റെ സുവിശേഷം, അതായത് ഇവരുടെ സർജറി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഒരു ട്രാൻസ്ജെൻഡറിന് സർജറിയിലൂടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, അത് ഗുണകരമാണോ മോശമാണോ, ഈ കാര്യങ്ങളൊക്കെ ഒരു മെഡിക്കൽ ഹെൽപ്പോട് കൂടി നമ്മൾ ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് വർക്കാണ്. അതേപോലെ ഇതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അർജുനപുത്രനായ ആരവൻ, അദ്ദേഹത്തിന്റെ അരവാണികൾ, ഇതാണ് ഈ പുസ്തകത്തിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ശരിക്കും ഈ പുസ്തകത്തിന്റെ പേര് തന്നെ ആരവന്റെ ഏകദിന ഭാര്യമാർന്ന. നമ്മൾ പെട്ടെന്ന് കേട്ട ഒരു തെറ്റിദ്ധരിക്കുന്ന പേരാണ് തീർച്ചയായിട്ടും ആരവന്റെ ഏകദിന ഭാര്യമാർ. എന്നാൽ ഒരു ക്യാച്ചി ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേരും കൂടിയാണ്. പക്ഷെ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പേരും കൂടിയാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ, മൂന്നാം ലിംഗത്തിലുള്ള ആൾക്കാർക്ക് വിവാഹം എന്നുള്ളത് ഒരു കിട്ടാക്കനിയാണ്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ പുരാണത്തിലുള്ള അർജുനന്റെ മകനായ ആരവന്റെ കഥ പ്രസക്തമാകുന്നത്. ആരവന്റെ കഥ എന്താന്ന് വെച്ചാൽ, ആരവൻ ഒരു മഹാവീരനായ മനുഷ്യനാണ്. മഹാഭാരത യുദ്ധത്തിലെ ഒരു അറിയപ്പെട്ട വില്ലാളി വീരനായ അർജുനന്റെ പുത്രനാണ് ആരവൻ. ഈ ആരവൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരികയും അപ്പോൾ കൃഷ്ണൻ അവനുമായിട്ടുള്ള സംഭാഷണങ്ങളും, അതാണ് ഇതിന്റെ ഒരു കണ്ടന്റ്. അവസാനം ഈ വില്ലാളി വീരനായ ആരവൻ പങ്കെടുക്കുന്ന സൈഡ്, അല്ലെങ്കിൽ ഏത് വശത്താണോ ആരവൻ ജോയിൻ ചേരുന്നത്, ആ വശം എന്ത് ചെയ്യും, ഈ മഹാഭാരത യുദ്ധം വിജയിക്കും. ഇതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. അതറിയുന്ന കൃഷ്ണൻ പറയുകയാണ്, അങ്ങനെയാവുമ്പോൾ ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ലല്ലോ, ആരവൻ ഏത് സൈഡിൽ ചേർന്ന് കഴിഞ്ഞാലും ആ വശം വിജയിക്കുകയാണെങ്കിൽ പിന്നെ യുദ്ധത്തിന്റെ കാര്യമില്ല. അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടിയിട്ട് നീ ജീവത്യാഗം ചെയ്യാന്ന് പറയുകയാണ്. അങ്ങനെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ആരവൻ ജീവത്യാഗം ചെയ്യുകയാണ്. ജീവത്യാഗം ചെയ്യുമ്പോൾ അവസാനത്തെ ആഗ്രഹമായിട്ട് പുള്ളി പറയുന്നത്, എനിക്ക് ഒരു ദിവസം ഒന്ന് വിവാഹിതനായിട്ട് ജീവിക്കണം, കല്യാണം കഴിച്ച് ജീവിക്കണം. ആരും തയ്യാറാവുന്നില്ല. ആര് തയ്യാറാവും? ഒരു സ്ത്രീയും തയ്യാറാവില്ലല്ലോ. അവിടെ കൃഷ്ണൻ ഒരു മോഹിനിയുടെ വേഷം കെട്ടിയിട്ട് ഒരു ദിവസം അർജുനന്റെ കൂടെ താമസിക്കുകയാണ്. പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു, ഈ അർജുനന്റെ പുത്രൻ ആരവന്റെ ആത്മാഹുതി ചെയ്യുന്നു. ആത്മാഹുതി ചെയ്തതോടുകൂടി ഈ ഭാര്യ വിധവയാകുന്നു. ഇതാണ് ഈ ഭാര്യ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിലാണ് അവിടെ പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ ലോകത്തുള്ള ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവരും തമിഴ്നാട്ടിലെ കൂവാകം എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഒരു ദിവസം ഈ ആരവനെ കല്യാണം കഴിക്കുന്നതായിട്ട് സങ്കല്പിക്കുകയും പിറ്റേ ദിവസം അവർ വിധവകളായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു വലിയ ചടങ്ങ് തമിഴ്നാട്ടിൽ വെച്ച് നടക്കാറുണ്ട് എല്ലാ വർഷവും. കൂവാകം ക്ഷേത്രത്തിൽ വെച്ചിട്ട്. അപ്പൊ അവിടേക്ക് ഏകദേശം 100,000-ത്തിലധികം ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ഓരോ വർഷവും വരുന്നത്. അവരാണ് ആരവന്റെ ഏകദിന ഭാര്യമാർ. അപ്പൊ പുരാണമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട്. അത് തന്നെ. എന്നാലിട്ട് ഇപ്പം സാറ് നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലായത്. ഇതൊരു ഡ്രീം പ്രൊജക്റ്റാന്ന് പറഞ്ഞത്, 12 വർഷക്കാലം എടുത്തു എന്ന് പറഞ്ഞത് ഒക്കെ അത്രമേൽ ഒരു റിസർച്ചും കാര്യങ്ങളും നടത്തിയിട്ട് എഴുതിയതാണ്. കാരണം 3 തവണ ഞാൻ ഇവിടെ തന്നെ പോയിട്ടുണ്ട്. ഈ കൂവാകത്തെ ഈ ഉത്സവം കാണാനായിട്ട് 3 വർഷങ്ങളായിട്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അത് നേരിട്ട് കണ്ടു.
അവിടുന്ന് ഫോട്ടോയും വീഡിയോയും അതിൽ മാക്സിമം പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നേരിട്ട് നമ്മൾ കാണുമ്പോഴാണ് ശരിക്കും കാരണം ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് വരുന്ന ഒരു സ്ഥലമാണ്. അതിൽ ജർമ്മനിയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ അവരുടെ ഒരു സെന്ററായിട്ട് കണ്ട് അവിടെ എത്തുന്നുണ്ട്. കാരണം അത് അവരുടെ ഒറ്റ ഹോപ്പാണത്, ഒരു ദിവസം. അതാണ് അവരുടെ ഒരു പ്രതീക്ഷ. ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് എഴുത്തുകാരൻ ജാഫർ അമീർ യൂസിയുടെ എഴുത്തുവിശേഷങ്ങളാണ്. അടുത്ത അധ്യായത്തിലും നമുക്കത് തുടർന്ന് കേൾക്കാം. തൂലികയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, സ്നേഹം. നിർവഹണം സ്വപ്ന രാജേഷ്. തൂലിക എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു.